ലോകത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഭൂമിയിൽ അപ്രതീക്ഷിത സംഭവങ്ങൾ, അസാധാരണ സംഭവങ്ങൾ തുടർക്കഥയാകുകയാണ്. ലോകത്തെ ഒന്നാകെ സർവനാശത്തിലേക്ക് എത്തിക്കാൻ കെൽപ്പുള്ള വമ്പൻ സംഭവ വികാസങ്ങൾക്ക് ഭൂമി സാക്ഷ്യം വഹിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇപ്പോഴിതാ UN ചില നിർണായക നീക്കത്തിലേക്ക് കടക്കുകയാണ്. UN തലവൻ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഭൂമിയെ രക്ഷിക്കണമെങ്കിൽ, ലോകത്തെ രക്ഷിക്കണമെങ്കിൽ നിർണായക തീരുമാനങ്ങൾ എടുത്തേ മതിയാകൂ. അതിലൊന്നിലേക്ക് വരികയാണെങ്കിൽ ആഗോള ഫോസിൽ ഇന്ധന വ്യവസായ ഭീമന്മാരെ പരസ്യങ്ങളിൽ നിന്ന് നിരോധിക്കണമെന്നാണ് അദ്ദേഹം തറപ്പിച്ചു പറയുന്നത്. കാലാവസ്ഥാ പ്രതിസന്ധിയുടെ മുഖ്യ കണ്ണികളാണ് കൽക്കരി, എണ്ണ, വാതക കോർപ്പറേറ്റുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. പുകയില പരസ്യങ്ങൾ നിരോധിച്ചതുപോലെ ഫോസിൽ ഇന്ധനങ്ങൾക്കും അത് ബാധകമാക്കണമെന്നാണ് ന്യൂയോർക്കിൽ നടന്ന പൊതുപരിപാടിയിൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞത്. എണ്ണ, വാതകം, കൽക്കരി എന്നിവയുടെ പരസ്യങ്ങൾ നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായ ഉൽക്കാശിലയെ പോലെ മനുഷ്യരും വിനാശകാരികളാണെന്നാണ് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രസ്താവിച്ചത്. ആഗോള ശരാശരി താപനില വ്യാവസായിക കാലഘട്ടത്തിന് മുമ്പുള്ളതിനേക്കാൾ 1.63 ഡിഗ്രി സെൽഷ്യസ് ആണ്. COP28-ൽ ഫോസിൽ ഇന്ധനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാനുള്ള കരാറുണ്ടായിരുന്നിട്ടും അതിപ്പോഴും ഉയർന്ന നിലയിലാണ്. കഴിഞ്ഞ 12 മാസങ്ങൾ റെക്കോർഡിലെ ഏറ്റവും ചൂടേറിയതാണെന്ന് ശാസ്ത്രജ്ഞർ പ്രഖ്യാപിച്ചിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ കാലാവസ്ഥാ ഡാറ്റ കൃത്യമായി ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. 2023 ജൂണിനും 2024 മെയ് മാസത്തിനും ഇടയിലുള്ള ആഗോള ശരാശരി താപനില മുമ്പുള്ള ശരാശരിയേക്കാൾ 1.63 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യൻ മൂലമുണ്ടാകുന്ന ഹരിതഗൃഹവാതക ഉദ്വമനം ഗ്രഹത്തെ വലിയ രീതിയിലാണ് ബാധിക്കുന്നത്. 2023 ഇതിനകം തന്നെ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നു. താപനില കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് കാലാവസ്ഥാ പ്രതിഭാസമായ എൽ നിനോയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഗവേഷകർ അത്യന്തം ഗുരുതരമായ വിവരങ്ങളാണ് പങ്കുവയ്ക്കുന്നത്. എൽ നിനോ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും അടുത്ത 5 വർഷത്തിനുള്ളിൽ ആഗോള താപനില താൽക്കാലികമായി 1.5 ഡിഗ്രി സെൽഷ്യസ് കവിയാൻ 80% സാധ്യതയുണ്ടെന്നാണ് ലോക കാലാവസ്ഥാ സംഘടന പ്രഖ്യാപിച്ചത്. 2015 മുതൽ പരിധി കവിയാനുള്ള സാധ്യത ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 1.5 ഡിഗ്രി പരിധി നിലനിർത്താൻ ആഗോള ഉദ്വമനം 2030 വരെ ഓരോ വർഷവും 9% കുറയേണ്ടതുണ്ട് എന്നാണ് ഗുട്ടറസ് പറഞ്ഞത്. ഫോസിൽ ഇന്ധന കമ്പനികളിൽ നിന്നുള്ള പരസ്യങ്ങൾ നിരോധിക്കാൻ എല്ലാ രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. പുകയില പോലെയുള്ള മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ മറ്റുൽപ്പന്നങ്ങളുടെ നിരോധനത്തെ പോലെ തന്നെ ഇതും നിരോധിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ആഗോള താപനത്തിനെതിരായ പോരാട്ടത്തിന് ധനസഹായം നൽകുന്നതിന് ഫോസിൽ ഇന്ധന വ്യവസായ ലാഭത്തിന് നികുതി ചുമത്താനുള്ള ആഹ്വാനവും ഗുട്ടറസ് ആവർത്തിച്ചു. കാലാവസ്ഥാ അരാജകത്വത്തിന് 2050 ആകുമ്പോഴേക്കും പ്രതിവർഷം കുറഞ്ഞത് $38 ട്രില്യൺ ചിലവാകുമെന്ന് സമീപകാല പഠനം കണ്ടെത്തിയതായും അദ്ദേഹം പറഞ്ഞു. 2030ഓടെ ചൈന ഒഴികെയുള്ള വികസ്വര രാജ്യങ്ങൾക്ക് ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് പുറത്തു കടക്കാനും UN വിദഗ്ധർ കണക്കാക്കിയതുപോലെ ചൂടുള്ള ഒരു ഗ്രഹവുമായി പൊരുത്തപ്പെടാനും ആവശ്യമായ $2.4 ട്രില്യൺ കൂടുതലാണിത്. നവംബറിൽ അസർബൈജാനിൽ നടക്കുന്ന UN COP29 ഉച്ചകോടിക്ക് വേദിയൊരുക്കുന്നതിന് ജർമ്മനിയിലെ ബോണിൽ നിർണായക കാലാവസ്ഥ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഗുട്ടറസിന്റെ പ്രധാന പ്രസംഗം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ആഗോളതലത്തിൽ 5ാം സ്ഥാനത്താണ്. കാലാവസ്ഥാ വ്യതിയാനം കാരണം 2018-ൽ ഇന്ത്യക്ക് ഏകദേശം $37 ബില്യൺ നഷ്ടമുണ്ടായി. 98 മുതൽ 2017 കാലയളവിൽ നഷ്ടപ്പെട്ടതിന്റെ ഏതാണ്ട് ഇരട്ടി. നമുക്കറിയാം, 1800-കൾ മുതൽ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, അതേപോലെ പ്രാഥമികമായിട്ട് കൽക്കരി, എണ്ണ, വാതകം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനമാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രാഥമിക കാരണം. ഫോസിൽ ഇന്ധന ജ്വലനം ഹരിതഗൃഹ വാതക ഉദ്വമനത്തിലേക്ക് എത്തിക്കുന്നു. അത് ഭൂമിക്ക് ചുറ്റും ഒരു പുതപ്പായി വർത്തിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള താപം കൂടുകയും താപനില വർദ്ധിക്കുകയും ചെയ്യുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന 2 പ്രധാന ഹരിതഗൃഹ വാതക ഉദ്വമനങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും. കൽക്കരി അല്ലെങ്കിൽ ഗ്യാസോലിൻ കത്തിച്ചാണ് ഇവ നിർമ്മിക്കുന്നത്. മീഥേൻ പ്രധാനമായിട്ടും മാലിന്യ നികത്തലുകൾ വഴി പുറന്തള്ളപ്പെടുന്നു. എല്ലാത്തിനുമുപരി ഊർജ്ജം, വ്യവസായം, ഗതാഗതം, കെട്ടിടങ്ങൾ, കൃഷി, ഭൂവിനിയോഗം എന്നിവയാണ് പ്രധാന ഉദ്വമനം. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രധാന കണ്ടെത്തലുകളിൽ നിന്ന് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ലോകമെമ്പാടുമുള്ള CO2 ഉദ്വമനത്തിന്റെ 30.60% ഉൾപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഏറ്റവും വലിയ ഉദ്വമനം ചൈനയാണ് എന്നുള്ളതാണ്. ചൈനയ്ക്ക് പിന്നാലെ അമേരിക്കയും ഇന്ത്യയുമാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഉദ്വമനം അവയുടെ നിലവിലെ ഗതിയിൽ തുടർന്നാൽ താപനില 4.4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് 2019-ൽ ഒരു പുതിയ ഉയരത്തിലേക്ക് വന്നു. കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് മുമ്പുള്ള അളവിന്റെ 148% ആയിരുന്നു.
കടൽ, മഞ്ഞ്, ഗ്രീൻലാൻഡ് ഹിമാനികൾ എന്നിവ ഒരേ കാലയളവിൽ കുറയുകയും പെർമാഫ്രോസ്റ്റ് താപനില ഉയരുകയും ചെയ്യുമ്പോൾ ആർട്ടിക് ആഗോള ശരാശരിയേക്കാൾ ഇരട്ടി വേഗത്തിൽ ചൂടായിട്ടുണ്ട്. 2020-നും 2030-നും ഇടയിൽ 1.5 ഡിഗ്രി സെൽഷ്യസ് പാത നിലനിർത്താൻ ഫോസിൽ ഇന്ധനങ്ങളുടെ ലോക ഉൽപാദനം ഏകദേശം 6% കുറയണം. ആഗോള താപനത്തിലെ ഓരോ വർധനയും പ്രധാനമാണ്. ആഗോള താപനിലയിലെ വർധനവ് 1.5 ഡിഗ്രി സെൽഷ്യസ് ആയി നിലനിർത്തുന്നത് ഏറ്റവും മോശം കാലാവസ്ഥാ പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വാസയോഗ്യമായ കാലാവസ്ഥ നിലനിർത്താനും മനുഷ്യനെ സഹായിക്കുമെന്ന് നൂറുകണക്കിന് വിദഗ്ധരും നിരൂപകരുമൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും നിലവിലെ കാലാവസ്ഥാ രീതിയും പദ്ധതികളുമൊക്കെ അനുസരിച്ച് നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ശരാശരി ആഗോള താപനം ഏകദേശം 3.2 ഡിഗ്രി സെൽഷ്യസിൽ എത്തും.